ചേമ്പിലകൾ ചൂടി റോഡരികിൽ നിന്ന് പ്രതിഷേധിക്കുന്ന ഒരു കൂട്ടം യുവാക്കളാണ് മെട്രോ 7 ന്യൂസിന്റെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞത്. കൊച്ചി തോപ്പുംപടിയിലാണ് ഈ വ്യത്യസ്തമായ പ്രതിഷേധം. തോപ്പുംപടി മേഖലയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നീക്കം ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനമായ KCYM തോപ്പുംപടി യൂണിറ്റ് വ്യത്യസ്തമാർന്ന പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തോപ്പുംപടി കണ്ണമാലി ബസ് സ്റ്റോപ്പ്, ഹാർബർ ബസ് സ്റ്റോപ്പ്, KSRTC ബസ് സ്റ്റോപ്പ്, ഇടക്കൊച്ചി ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ് എന്നിവയാണ് സൗന്ദര്യവൽക്കരണത്തിന്റെ പേരിൽ നീക്കം ചെയ്തത്. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനു മുന്നേ ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താത്തതാണ് ജനങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ചേമ്പിലകൾ ചൂടി റോഡരികിൽ കാത്തുനിൽക്കേണ്ടി വരുന്ന പൊതുജനങ്ങളുടെ ദുസ്ഥിതിയെ കലാപരമായി പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു കൂട്ടം യുവാക്കളാണ് പ്രതിഷേധവുമായി എത്തിയത്. പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം KCYM ലാറ്റിൻ സംസ്ഥാന പ്രസിഡന്റ് കാസി പൂപ്പന നിർവഹിച്ചു. തോപ്പുംപടി ട്രാൻസ്പോർട്ട് ബസ് സ്റ്റോപ്പ്, എടക്കൊച്ചി ബസ് സ്റ്റോപ്പ്, അവലേഡ്സിന്റെ വാതിക്കല ബസ് സ്റ്റോപ്പ്, BOT ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പ്, പാരി ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പ്, അങ്ങനെ നിരവധി ബസ് ഷെൽട്ടറുകളാണ് വികസനത്തിന്റെ പേര് പൊളിച്ചു മാറ്റിയിട്ട് മുന്നോട്ട് വരാത്തത്. തോപ്പുംപടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നേരത്തെയും എടക്കൊച്ചി ബസ് സ്റ്റോപ്പിന് വേണ്ടി സമരം നടത്തിയിട്ടുണ്ട്. അന്ന് അതിന്റെ ടെൻഡറും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ അധികാരികൾ പറഞ്ഞത് 1 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ആവശ്യം പൂർത്തീകരിക്കുമെന്നാണ്. എങ്കിലും ഇതുവരെയും അതിന്റെ ടെൻഡറുകളോ അതിന്റെ കാര്യങ്ങളോ മുന്നോട്ട് അധികാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ജനങ്ങളുടെ ഒരു ആവശ്യകതയല്ല, ഈ പ്രദേശത്തിന്റെ ഒരു ആവശ്യം കൂടിയാണ് ബസ് ഷെൽട്ടർ എന്നുള്ളത്. KCYM തോപ്പുംപടി യൂണിറ്റ് പ്രസിഡന്റ് സയന ഫിലോമിന അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KCYM രൂപത പ്രസിഡന്റ് ഡാനിയ ആന്റണി, KCYM രൂപത ജനറൽ സെക്രട്ടറി ഹെസ്ലിൻ, യൂണിറ്റ് ആനിമേറ്റർ സുമിത് ജോസഫ്, രൂപത എക്സിക്യൂട്ടീവ് അംഗം ബേസിൽ റിച്ചാർഡ്, ആൻസൺ K ലിജു, ഗ്ലെൻ സാമുവൽ എന്നിവർ സംസാരിച്ചു. തോപ്പുംപടിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയുടെ ഹൃദയഭാഗമാണ്. ഹൃദയഭാഗം എന്ന് പറയുമ്പോഴും സഞ്ചാരയോഗ്യമായ അല്ലെങ്കിൽ സഞ്ചാരത്തിന് തടസ്സം നിൽക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മളിവിടെ അനുഭവിക്കുന്നുണ്ട്. KCYM തോപ്പുംപടി യൂണിറ്റ് വളരെ ക്രിയാത്മകമായ ഒരു പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് വന്നതിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും KCYM കൊച്ചുരൂപയുടെ പേരിൽ അർപ്പിക്കുകയാണ്. വികസനത്തിന്റെ പേരിൽ ഓരോ സ്ഥലങ്ങള്, ഓരോ ബസ് സ്റ്റോപ്പുകളും മറ്റും പൊളിച്ചു നീക്കുമ്പോൾ, കാണകള് കൂടുമ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങള് സഞ്ചാരികളുടെ ഭാഗത്തുനിന്നും നേരിടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. നമ്മൾ ഒരിക്കലും കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം നിരവധി സമരങ്ങൾക്ക് ഈ തോപ്പുംപടി ജംഗ്ഷനിൽ നേതൃത്വം നൽകിയിട്ടുള്ളതാണ്. നിരവധി പ്രസ്ഥാനങ്ങളും ഈ തോപ്പുംപടി ജംഗ്ഷനിൽ വിവിധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളതാണ്. എന്നിരുന്നാലും KCYM പോലെയുള്ള സംഘടന സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഇന്ന് ഈ വെയിലത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ദിനം പ്രതി വെയിലത്ത് നിൽക്കുന്ന പാവപ്പെട്ട നമ്മുടെ സഞ്ചാരികൾ, നമ്മുടെ യാത്രക്കാരെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, പശ്ചിമ കൊച്ചിയുടെ ഒരു പ്രധാന ജംഗ്ഷനാണ് തോപ്പുംപടി ജംഗ്ഷൻ. ഞങ്ങൾ ഒരിക്കലും ഇവിടുത്തെ നാട്ടുകാരും KCYMോ മറ്റു സംഘടനകളോ ഒന്നും ഒരിക്കലും യാതൊരുവിധ വികസനത്തിനോ ഇതിന്റെ സൗന്ദര്യവൽക്കരണത്തിനോ തടസ്സം നിൽക്കുന്ന യാതൊരുവിധ പ്രവൃത്തിയും ഞങ്ങൾ ചെയ്യാറില്ല. എന്നാലും പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ പ്രദേശത്ത് ഒരു വികസനം നടക്കുമ്പോൾ നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് പകരം അത് ഇല്ലാണ്ടാക്കിക്കൊണ്ടുള്ള വികസനങ്ങൾ ഒന്നും തന്നെ ഇവിടുത്തെ ജനത അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. We are certified swimming instructors from Interdive. ഈ സമ്മറിൽ Interdive is coming up with lots of swimming activities. Not only for just 10 days, But 20 days exclusive classes from every Monday to Saturday. class timings from morning 6 a.m. to 12 p.m., then afternoon 2 p.m. to 9 p.m. And after 20 days class, Interdive is providing you with free trial beach swimming with full safety and awareness.